ഡോക്ടർ ടി എം തോമസ് നമ്മോടൊപ്പം ചേരുകയാണ്. തിരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് LDFന്റെ ഒരു പ്രതീക്ഷ? വളരെ നല്ല പ്രതീക്ഷയാണ്. ഇവിടെ തകർപ്പൻ വിജയം നേടും. ഇവിടുത്തെ പ്രത്യേകത അപ്രതീക്ഷിതമായി പോളിംഗ് ശതമാനം ഗണ്യമായിട്ട് കുറഞ്ഞതാണ്. ഇപ്പോൾ ബൂത്തുകളിലൊക്കെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നത് അത് UDF BJP വോട്ടുകളാണ് അതിൽ നല്ല പങ്കും വരാതിരുന്നിട്ടുള്ളത്. LDF വോട്ടുകൾ വളരെ അപൂർവം ചെറുതൊഴിയ ബാക്കിയെല്ലാം കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ വിജയിക്കും. അതിൽ എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടാവും. നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ പൂഞ്ഞാറിൽ BJP വോട്ടുകൾ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. BJP ആയിട്ട് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത് അത് UDFന് വല്ലതും നന്നായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ സെറ്റ് ബാക്ക് വരാം. അതല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും LDF വിജയിക്കും. ഈ പത്തനംതിട്ട മാത്രമല്ല, സമീപ മണ്ഡലമായ കോട്ടയം, ഇടുക്കി, അതായത് മധ്യ തിരുവിതാംകൂർ എന്ന് പറയാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഈ 3 മണ്ഡലങ്ങളും വോട്ട് കുറഞ്ഞത് UDF ശക്തി കേന്ദ്രമായിരുന്നു. ഈ 3 മണ്ഡലങ്ങൾ മുൻകാലങ്ങളിൽ അത് തീർച്ചയായിട്ടും UDFന്റെ വോട്ട് കുറവിലാണോ? UDFകാരാണോ വോട്ട് ചെയ്യാതിരുന്നത്? എനിക്ക് അവിടുത്തെ മണ്ഡലങ്ങളിലും അറിയത്തില്ല. പക്ഷെ പത്തനംതിട്ട എനിക്കറിയാം. ഞാനതുകൊണ്ട് എൻ്റെ കമൻറ്റ് അതിലേക്ക് ചുരുക്കുകയാണ്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അത് ഉച്ച കഴിഞ്ഞുള്ള പോളിംഗിലാണ് വളരെ പ്രകടമായത്. UDFകാർ പറയുന്നത് ശരിയാവും, അവരുടെ വോട്ടുകൾ നല്ല പങ്കും കാലത്ത് വന്നു. പക്ഷെ അത് ഉച്ചയ്ക്ക് ശേഷം ഒരു ബൂത്തുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. രാത്രി വളരെ വൈകി രാറ്റുപേട്ടയിലൊക്കെ നടക്കുന്ന വോട്ടിങ്ങൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടും LDF വോട്ടേഴ്സ് തന്നെയായിരുന്നു. അവസാന നിമിഷങ്ങൾ വരെ ഞാൻ ബൂത്തുകളിലുണ്ടായിരുന്നു. ഇപ്പം എവിടെയും പ്രവർത്തകർ പറഞ്ഞത് LDF വോട്ടുകൾ അതുകൊണ്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പം അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അടൂരും അവസാന നിമിഷം വരെ പോളിംഗ് അടൂരും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വളരെ വ്യക്തമാണ് BJP UDF ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞിട്ടുള്ളത്. അത് വളരെ പ്രകടമായിട്ടുള്ളൊരു മാറ്റം. കാരണം അവർ നല്ലൊരു പങ്കാളുകൾക്ക് LDFന് വോട്ട് ചെയ്യാനുള്ളൊരു മനസ്സില്ല. പക്ഷെ നമുക്ക് വോട്ട് ചെയ്യാൻ വന്നില്ല. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് നിലവിലുള്ള. MP-യുടെ ഒരു പ്രകടനം 2 ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്കും തിരഞ്ഞെടുപ്പ് ദിവസവും അദ്ദേഹം ചില ബൂത്തുകളിൽ പോയി തർക്കമുണ്ടാക്കുന്നു. ഇതൊക്കെ ഒരു തോൽവി ഭയം എന്നുള്ള നിലപാടായിരുന്നു. ഒന്ന് അതിര് കവിഞ്ഞിട്ടില്ലാത്ത ആക്രമണവും കള്ളവോട്ടും ഒക്കെ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുക. ഈ കള്ളവോട്ടിനെ കുറിച്ച് എന്തൊക്കെ പ്രസ്താവന ഇറക്കിയ, എന്നാൽ എഴുതിയൊരു പരാതി കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും എതിരായിട്ട് എവിടെയെങ്കിലും? ഇല്ല. അപ്പോൾ അനുപകരം 1 ലക്ഷം കള്ളവോട്ട് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കിയിരിക്കുന്നു. വലിയ ഒരു ഹാളിൽ യോഗം ഇതിനു വേണ്ടി പ്രത്യേകം വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കാം. അതുപോലെ കുടുംബശ്രീനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം കൊടുത്തത് ഒരു കുടുംബശ്രീ അംഗങ്ങളോടുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് സർക്കാർ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് നിങ്ങളുടെ പിന്തുണ തരണമെന്ന് പറഞ്ഞാൽ എന്തോ തെറ്റ്? ഇത് അങ്ങനെ വോട്ട് ചോദിക്കാൻ അവകാശമില്ലെന്ന് എങ്ങനെ പറയണേ? അപ്പം അതിന് കാരണം പറയണ ഫോട്ടോസൊക്കെ ഔദ്യോഗികമാണെന്ന്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നെടുത്തുള്ള ഫോട്ടോസാണ്. ആർക്കത് വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അതൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പേജിലെ ഫോട്ടോസാണ്, അല്ലാതെ സർക്കാരിൻ്റെ ഔദ്യോഗിക പേജൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള ഏറ്റവും അവസാനം പോളിംഗ് ദിവസം അവിടെ വോട്ട് മാറി വരുന്നു, കോൺഗ്രസ് ചിഹ്നത്തിൽ കുത്തിയത് താമരയായിട്ട് മാറുന്നു എന്നും പറഞ്ഞ്
2 മണിക്കൂർ നേരം അവിടെ കിടന്നൊരു പരാക്രമമായിരുന്നു. മോക്ക് ട്രെയിൻ നടത്തിയത് ശരിയല്ല ആക്ഷേപം എന്ന് ബോധ്യപ്പെട്ടിട്ടും തയ്യാറില്ല. അവസാനം വോട്ടർ തന്നെ തൻ്റെ തർക്കം അവസാനിപ്പിച്ചു പോയപ്പോഴാണ് അവസാനിച്ചത്. ഇതെല്ലാം കാണിക്കുന്നവരൊരു വലിയ പരിഭ്രാന്തിയാണ്. അവർ തന്നെ മണത്തിട്ടുണ്ട് വലിയ പരാജയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മുൻകൂർ ജാമ്യം എടുക്കലായിരുന്നു ഇതൊക്കെ. എന്തായാലും അങ്ങ് ആലപ്പുഴ ഉൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പ് മത്സരിച്ചാണ്. ഞാൻ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടയിൽ ഒരു 2 മാസത്തോളം പ്രചരണം, 1 വർഷത്തോളം പത്തനംതിട്ട, ആ പ്രചരണ അനുഭവം കൂടി ഒന്ന് പങ്കുവെച്ച്. എൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമല്ലായിരുന്നു ചിത്രം. ജയസാധ്യത ഉണ്ടാകും. ഇതിൻ്റെ കാരണം ഈ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നിയമസഭയിൽ LDF പിന്തുണയ്ക്ക് വയ്ക്കലും ലോക്സഭയിൽ UDF-നെയാണ്. അത് വളരെ നീണ്ട ചരിത്രം തന്നെ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതിന് പറ്റുന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന വിഭാഗം എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ദേശീയ തലത്തിൽ തന്നെ അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന മതന്യൂനപക്ഷങ്ങൾ. അപ്പോൾ അതിൽ മുസ്ലിം വിഭാഗം വരും, പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ, ഇവർ വലുതായിട്ട് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ അത് മാറ്റുന്നതിനും പിന്നെ കുടുംബശ്രീയുടെ ഒരു അഫിനിറ്റി വളരെ പ്രകടമായിരുന്നു. അപ്പോൾ അവിടെ ക്യാമ്പയിൻ നന്നായ രീതി നടത്തുന്നതിന് സ്ത്രീകളോട്, സ്ത്രീ വോട്ടർമാരോട്, ദളിത് ക്രിസ്ത്യാനികളും ദളിത് വിഭാഗങ്ങളും, അപ്പം അതിനൊക്കെ ഒരു നിലപാട്. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ പ്രകടമായ ഒരു കാര്യം, വലിയ ആൻറ്റി ഇൻകംബൻസി നിലവിലുള്ള UDF സ്ഥാനാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയണതല്ല, കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ സർവേയിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതിന് ബദലായിട്ട് കൃത്യമായൊരു കാര്യപരിപാടി, ജയിച്ചാൽ അടുത്ത 5 വർഷം കൊണ്ട് എന്തൊക്കെ ഇവിടെ ചെയ്യും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാമ്പയിൻ്റെ ഉണ്ണിയെ നമ്മൾ വെറുതെ നെഗറ്റീവായിട്ടുള്ള തർക്കങ്ങൾക്കും കാര്യങ്ങൾക്കൊന്നും സമയം കളയാതെ എന്ത് ചെയ്യും. വിജ്ഞാന പത്തനംതിട്ട പ്രോഗ്രാം അത് ക്യാമ്പയിൻ മുന്നോട്ട് പോയപ്പോൾ കുട്ടികൾ തന്നെ ജോലി കിട്ടി ഇവർ മുന്നോട്ട് വരാൻ തുടങ്ങി. സ്വീകരണത്തിലെത്തി 7 പേര് വന്നു. അപ്പോൾ ഇത് വലിയ ഉത്തേജനമായിരുന്നു. സോ ഈ ക്യാമ്പയിൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ പുറകില്ല. 2 ആഴ്ച മുമ്പ് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറയും. ഇങ്ങനത്തെ കൃത്യം പറയുന്നത് ആക്ച്വൽ സർവേ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ സർവേ പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം ഇത് അകലം കുറഞ്ഞു വന്നത് നമ്മുടെ നിലപാടിനെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് അതേ സ്ട്രാറ്റജി തന്നെ വളരെ ശക്തമായിട്ട് ഇങ്ങനെയുള്ള ചില മേഖലകളിൽ വിഭാഗങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ക്യാമ്പയിൻ അവസാനത്തെ 2 ആഴ്ച അത് വിജയം കണ്ടു. കാര്യങ്ങൾ മാറി. ഇത് ലാസ്റ്റായിട്ടൊരു കാര്യം കൂടെ, അതായത് ഈ വിജ്ഞാന പത്രൻ്റെ ഉറപ്പാണ് തൊഴിൽ, അതിൽ ആദ്യം സ്വീകരണ യോഗത്തിലത്തെ അശ്വിൻ്റെ വീട്ടിലെ സഹോദരങ്ങൾ 2 പേർക്കും ജോലി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് അതായത് 1 രൂപ പോലും കമ്മീഷനോ ഒന്നും കൊടുക്കാതെ 2 ആളുകൾക്ക് ജോലി കിട്ടിയിരിക്കുന്നു. 2 പേര് വിദേശത്തേക്ക് പോവുകയാണ്. അവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അമ്മ കരയുവാണ് സന്തോഷം കൊണ്ട്. അതൊരു വ്യത്യസ്ത അനുഭവമല്ലേ? തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ സാധാരണ വാഗ്ദാനങ്ങൾ നൽകുന്നു, പിന്നീട് MBAക്കായ ശേഷമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇത് പറയുന്ന കാര്യങ്ങൾ മത്സര സമയത്ത് തന്നെ നടപ്പാവുകയും ഇത്തരം സന്തോഷ അനുഭവം ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയല്ലേ? അതെ. ആളുകൾക്ക് വലിയ ആവേശമായത് പിന്നീടുള്ള യോഗങ്ങളൊക്കെ പ്രസംഗിക്കാനുള്ളൊരു സാമഗ്രി കൂടി കിട്ടി. എനിക്ക് തോന്നുന്നു അതിലൊരു വിശ്വാസ്യത വന്നു ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക്. അത് യുവാക്കളിലും യുവതികളിലുമൊക്കെ നമ്മുടെ ക്യാമ്പയിനോട് താല്പര്യമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ വലിയ ചുമതലയും അത് തരുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ റിസൾട്ടൊന്നും കാത്തു നിൽക്കുന്നില്ല.
വിജ്ഞാന പത്തനത്തെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. കാവ്യ, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതായത് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ, അത് മുമ്പോട്ട് കൊണ്ടുവന്നു. കാരണം ഇത് സന്തോഷം എന്ന് പറയാൻ കാരണം ഇതിനോടകം തന്നെ നിരവധി ആളുകൾക്ക് വിസ ലഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 400ഓളം അധികം ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പം പത്തനംതിട്ട ഒരു കാരണം എന്നല്ല, എനിക്കും വലിയ സന്തോഷമുള്ളൊരു വാർത്ത കൂടിയാണ് നമ്മളിപ്പോൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നത്.